ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലെയർ എഫക്റ്റ് എന്താണെന്നുള്ളതാണ്. നമുക്ക് കുറച്ച് എഫക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാരണം എല്ലാം അത്രയും തോന്നെ എഫക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ചെയ്ത് മനസ്സിലാക്കുക. ജസ്റ്റ് എഫക്ട്സ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതും അതിൽ ഒന്ന് രണ്ട് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ലെയറിൽ പോവാം. ലെയറിൽ പോയിട്ട് ന്യൂവിൽ വന്നിട്ട് നമ്മൾ പഠിച്ചതുപോലെ തന്നെ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. സോളിഡ് ലെയർ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബ്ലൂ കളർ കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബ്ലൂ കളറിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഒരു സോളിഡ് ലെയർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഷേപ്പ് വരയ്ക്കാം. ഞാനിപ്പോൾ ഒരു എലിപ്സ് അല്ലെങ്കിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അതിൻ്റെ ഫില്ല് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫില്ലൊന്ന് ഓഫ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫില്ല് ഓഫ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫില്ല് നമുക്ക് ആവശ്യമില്ല. നമുക്ക് സ്ട്രോക്ക് മാത്രം വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ടാണ് കേട്ടോ സർക്കിൾ വരയ്ക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ, ഒരു സർക്കിൾ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് നമ്മൾ ലെയർ എഫക്റ്റ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ കണ്ടൻറ്റിൽ വരാം. ഇവിടെ കണ്ടൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ ഈ എലിപ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്നാൽ ഈ കണ്ടൻറ്റിന് നേരെ ആയിക്കൊണ്ട് നമുക്കൊരു ആഡ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. ഒരു ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്ത്, നമുക്ക് കിട്ടുന്ന എല്ലാ ലെയർ എഫക്റ്റുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മേർജ് പാത്സ്, ഓഫ്സെറ്റ് പാത്സ്, പക്കർ ആൻഡ് ബോട്ട്, അതുപോലെ തന്നെ റിപ്പീറ്റർ, റൗണ്ട് കോർണർ, ട്രിം പാത്സ്, ഇങ്ങനെ ഒരുപാട് ലെയർ എഫക്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ കാണിച്ചു തരാം. ആ ഒരു എഫക്റ്റിനെ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിനെ ആനിമേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ആനിമേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ സൈസ് ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം 0-ൽ ഇട്ട് കൊടുക്കുകയാണ്. 0-ൽ ഇട്ടതിന് ശേഷം ഞാൻ കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഒരു 4 സെക്കൻഡിൽ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒന്ന് കൂട്ടി കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ലോലി അതിങ്ങനെ ചുരുങ്ങി ആ ഒരു രൂപത്തിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് എഫക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒന്ന് രണ്ട് എഫക്ട്സ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു എഫക്റ്റ് നോക്കാം. നമുക്ക് ട്രിം പാത്സ് നോക്കാം. ട്രിം പാത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാത്ത് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ പാത്ത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇതിങ്ങനെ റൗണ്ടിൽ കറങ്ങുന്ന രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ട്രിം പാത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുതിയൊരു എഫക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റും എൻഡ് ചെയ്യുന്ന പോയിന്റും ഉണ്ട്. എൻഡിൽ നമ്മൾ ആനിമേഷൻ ചെയ്യുമ്പോൾ എൻഡിനെ നമ്മൾ 0 ആക്കി കൊടുക്കുക. അതായത് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ, ഈ എഫക്റ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ എൻഡ് 0 ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻഡ് ഞാൻ 0 ആക്കിയിട്ടുണ്ട്. അതിനുശേഷം വീഡിയോൻ്റെ അവസാനത്തിലേക്കോ ഞാൻ എൻഡ് 100 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഇത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ സർക്കിളായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രിം പാത്ത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ ട്രിം പാത്തിന് തന്നെ നമുക്ക് വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഇതിനെ മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഗ്രൂപ്പ് ആക്കണമെങ്കിൽ ഗ്രൂപ്പ് ആക്കാനും പറ്റും കേട്ടോ. ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സംഭവത്തിന് അറ്റ് എ ടൈം നമുക്ക് റൺ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് നമുക്ക് ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പം കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലെയർ എഫക്റ്റിൽ പറയാനുള്ളത്. വേറെയും ഒരുപാട് എഫക്ട്സ് ഉണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ ആഡിൽ പോയി കഴിഞ്ഞാൽ ട്വിസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, സിഗ്സാഗ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓഫ്സെറ്റ് പാത്സ് ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഓഫ്സെറ്റ് നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഓഫ്സെറ്റ് പാത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എമൗണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് 4 സെക്കൻഡിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എമൗണ്ട് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്, നല്ല രീതിയിലൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു രൂപത്തിൽ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ഓഫ്സെറ്റ് പാത്ത് വർക്ക് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓഫ്സെറ്റും ട്രിമ്മും തമ്മിലുള്ള ഡിഫറൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള എഫക്റ്റുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റുകൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ആനിമേഷൻ മാത്രം ഒന്ന് മനസ്സിലായാൽ മതി. ഓക്കെ, താങ്ക് യു.